ഇൻസ്റ്റപ്രിയുടെ അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്റർ ആണ്. അതിന്റെ രണ്ട് കണക്കുകൾ ഒരു കണക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കണക്കാണ്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത കണക്കിനകത്ത് നമുക്കൊരു ബാലൻസ് ഷീറ്റ് ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നത്. ആ ബാലൻസ് ഷീറ്റിൽ നിന്ന് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ചെയ്തു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്തു, ബാലൻസ് ഷീറ്റ് ചെയ്തു. എങ്ങനെയാണ് ഇത് മൂന്നും ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കണക്കിന് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടില്ല. അപ്പോ നമുക്കറിയാം, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് മോട്ടീവോട് കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് അല്ല, സർവീസ് ആണ് അവിടെ പ്രധാനം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഇവിടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തന്നിട്ടുണ്ടായിരിക്കില്ല. നമ്മൾ ആ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം നമ്മൾ പറഞ്ഞു ഇവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നമ്മളൊരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ക്ലാസ്സിൽ. അപ്പോ ഇവിടെ ക്യാപിറ്റൽ അല്ല, ക്യാപിറ്റൽ ഫണ്ട് ആണ്. ആ ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് ആ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തില് ഈ ക്യാപിറ്റൽ തന്നിട്ടില്ല അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് തന്നിട്ടില്ല. സോ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാൻ പോവുകയാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനില് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. ആ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയാണ് കാണിക്കേണ്ടതെന്ന് ക്വസ്റ്റ്യനില് അഡ്ജസ്റ്റ്മെന്റില് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇന്ന് ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോ ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റ് കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കണ്ടുപിടിച്ച് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കണം. ഇവിടെ തന്നിരിക്കുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടില് റെസിപ്റ്റ് സൈഡില് റെസിപ്റ്റിന്റെ ഐറ്റംസ് തന്നിട്ടുണ്ട്, പേയ്മെന്റ് സൈഡില് ക്രെഡിറ്റ് സൈഡില് പേയ്മെന്റിന്റെ ഐറ്റംസും തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ബാലൻസ് ബ്രോട്ട് ഡൗൺ 3500 രൂപ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ, അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി പറയും. പിന്നെ സബ്സ്ക്രിപ്ഷൻ ഇൻകം സൈഡാണ്, റെസിപ്റ്റ് സൈഡാണ് പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ 57,500 തന്നിട്ടുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. ഡൊണേഷൻ 2 ഡൊണേഷൻ തന്നിട്ടുണ്ട്, ജനറൽ പർപ്പസും ബിൽഡിംഗ് ഫണ്ട്. നമുക്കറിയാം, ജനറൽ പർപ്പസിന് തന്നിരിക്കുന്ന ഡൊണേഷൻ ആണെങ്കിൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ എഴുതണം. ബിൽഡിംഗ് ഫണ്ട് ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ജനറൽ പർപ്പസ് അല്ലാതെ സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഡൊണേഷൻ ആണ്. ആ ഡൊണേഷൻ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന ജനറൽ പർപ്പസ് ആയി തന്നിരിക്കുന്ന ഡൊണേഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ എടുക്കുക. ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ എടുക്കുക. മിസ്സെലേനിയസ് റെസീപ്റ്റ് ആണ് ഇൻകം സൈഡിൽ എടുക്കുക. സെയിൽ ഓഫ് ഗ്രാസ്, പുല്ല് പോലെയുള്ള സാധനങ്ങൾ വിറ്റിട്ട് കിട്ടുന്ന കാശ്, അതും ഇൻകം സൈഡിൽ കാണിക്കുക. റെന്റ് തന്നിട്ടുണ്ട്, പേയ്മെന്റ് സൈഡിൽ റെന്റ് തന്നിട്ടുണ്ട്, സാലറീസ് തന്നിട്ടുണ്ട്, സൺട്രി എക്സ്പെൻസ്, ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ്ഡ് ഉണ്ട്, ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, സ്പോർട്സ് എക്യുപ്മെന്റ് ഉണ്ട്, ബാലൻസ് ക്യാരി ഡൗൺ ഉണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, റെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ റെന്റിന് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. സാലറീസ് അഡ്ജസ്റ്റ്മെന്റ് വല്ലതും തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. സൺട്രി എക്സ്പെൻസസിനകത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു അസറ്റ് ആണ്. സോ ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കില്ല, പകരം നമ്മൾ എടുക്കുന്നത് ബാലൻസ് ഷീറ്റിലാണ്. ന്യൂസ് പേപ്പേഴ്സ് മേടിക്കുന്നത് അതും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കും, ബാലൻസ് ഷീറ്റിൽ എടുക്കത്തില്ല. സ്പോർട്സ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് അസറ്റ് ആണ്, അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കത്തില്ല, പകരം ബാലൻസ് ഷീറ്റിലായിരിക്കും കാണിക്കുക. പിന്നെ ബാലൻസ് ക്യാരി ഡൗൺ തന്നിട്ടുണ്ട്, അത് നമ്മൾ കഴിഞ്ഞ കണക്കിൽ ചെയ്തായിരുന്നു. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടില് അവസാനം നമ്മൾ ബാലൻസ് ചെയ്യുന്ന ബാലൻസ് ക്യാരി ഡൗൺ ബാലൻസ് ഷീറ്റിൽ എടുക്കും എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. ഇവിടെ സബ്സ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് നോക്കുക. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് എൻഡ് ഓഫ് 2012 rupees 4,500
ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് 2013 വേർ 6500. കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് തന്നിട്ടുണ്ട്, ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് തന്നിട്ടുണ്ട്. ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ ആഡ് ചെയ്യണം, കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ കുറച്ച് കാണിക്കണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ സബ്സ്ക്രിപ്ഷന്റെ കൂടെ ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ കൂട്ടി കാണിക്കുക, കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ കുറച്ച് കാണിക്കുക. പിന്നെ സാലറീസും ഉണ്ട്, കഴിഞ്ഞ വർഷത്തതുമുണ്ട്, ഈ വർഷത്തതുമുണ്ട്. അതും അതുപോലെ തന്നെയാണ്. ഈ വർഷത്തത് കൂട്ടി കാണിച്ചിട്ട് കഴിഞ്ഞ വർഷത്തത് കുറച്ച് കാണിക്കുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പിന്നെ ഓൺ 31st December 2012 the club had investment worth ₹20,000. ഫർണിച്ചർ തന്നിട്ടുണ്ട്, സ്പോർട്സ് എക്യുപ്മെന്റ്സ് തന്നിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ ആ ഡേറ്റ് നോക്കുക, ഓൺ 31st December 2012. നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഫോളോയിങ് ഈസ് ദ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് മജസ്റ്റിക് ക്ലബ് കാലിക്കറ്റ് ഫോർ ദി ഇയർ എൻഡിംഗ് 31st December 2013. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് 2013 എന്ന് പറയുന്ന ഇയറിലെയാണ് അല്ലെങ്കിൽ വർഷത്തിലെയാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഓൺ 31st December 2012, അതായത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്തുള്ള അസറ്റും ലയബിലിറ്റീസും. ഇൻവെസ്റ്റ്മെന്റ് നമുക്കറിയാം, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലെ അസറ്റും ലയബിലിറ്റീസുമാണ് ഈ തന്നിരിക്കുന്നത്. 31st December 2012 the club had investment worth ₹20,000. ഇൻവെസ്റ്റ്മെന്റ് 20,000, ഫർണിച്ചർ 12,000, സ്പോർട്സ് എക്യുപ്മെന്റ് 40,000. ഇത്രയും അസറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ലയബിലിറ്റീസ് ഒന്നും തന്നിട്ടില്ല. ഫർണിച്ചർ അസറ്റ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആണ്, സ്പോർട്സ് എക്യുപ്മെന്റ്സും അസറ്റ് ആണ്. ലയബിലിറ്റീസ് ഒന്നും തന്നിട്ടില്ല. ലയബിലിറ്റീസ് ഇതിനകത്ത് തന്നിട്ടില്ല. നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് നോക്കുവാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ എൻഡ് ഓഫ് 2012 എന്ന് പറയുന്നുണ്ട്. അതായത് 2012 ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. സാലറീസ് 2012 സാലറീസും തന്നിട്ടുണ്ട്. അത് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ പറയാ, പ്രധാനമായിട്ടും എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് അന്നേരം പറയാം. അപ്പൊ ഇത്രയുമേ ഉള്ളൂ ക്വസ്റ്റ്യനകത്ത് പറയാൻ. പിന്നെ ഡിപ്രിസിയേഷൻ ഉണ്ട്, ഫർണിച്ചർ 10%, സ്പോർട്സ് എക്യുപ്മെന്റ്സ് 20%. ഇത്രയുമാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് നമ്മൾ 3 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. 1 ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, 3 ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. അപ്പൊ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. അപ്പോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. എക്സ്പെൻഡിച്ചർ സൈഡിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഇപ്പൊ എക്സ്പെൻഡിച്ചർ, അതായത് ക്വസ്റ്റ്യനകത്ത് പേയ്മെന്റ് സൈഡില്, റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുക. പേയ്മെന്റ് സൈഡില് ഫസ്റ്റ് ഐറ്റം റെന്റ്. അപ്പോ എക്സ്പെൻഡിച്ചറിൽ ആദ്യം റെന്റ് എന്ന് പറയുന്നത് ഒരു റവന്യൂ ഐറ്റം ആണ്. സോ നമ്മൾ റെന്റ് എഴുതി. റെന്റിന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടോ എന്ന് ക്വസ്റ്റ്യനകത്ത് നോക്കുക. റെന്റിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. സോ റെന്റിന്റെ എമൗണ്ട് 10,500 നമ്മള്. രണ്ടാമത്തെ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കുക, അല്ലെങ്കിൽ പേയ്മെന്റ് എന്താണെന്ന് നോക്കുക. സാലറീസ്. അപ്പോ സാലറീസ് നമ്മൾക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. സാലറീസ് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ എൻഡ് ഓഫ് 2012 ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് 2013. 2012ലെയും 2013ലെയും സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് നമുക്ക് ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ളതാണ് അല്ലെങ്കിൽ കിട്ടാനുള്ളതാണ്. നമ്മൾ ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ കിട്ടാനുള്ളത്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ കിട്ടാനുള്ളതാണ്. സാലറീസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാലറി കൊടുക്കാനുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ കൊടുക്കാനുള്ളതുമുണ്ട്, ഈ വർഷം നമ്മൾ കൊടുക്കാനുള്ളതും ഉണ്ട്. സാലറീസ് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ എൻഡ് ഓഫ് 2012 ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് 2013 വേർ 2,500 and 4,000 റെസ്പെക്റ്റീവ്. 2,500 രൂപ 2012ലെയും 4,000 രൂപ 2013ലെയുമാണ് തന്നിരിക്കുന്നത്. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് 2013ലെ അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. 2013ലെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ
ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ്, ഈ വർഷത്തെ അവസാനം ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കുന്ന എമൗണ്ട് എത്രയാണോ അത് കൂട്ടിയിട്ട് 2012 ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ കുറയ്ക്കണം. 2013 ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ആഡ് ചെയ്തിട്ട് 2012 സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ കുറയ്ക്കുക. അപ്പൊ സാലറീസ് ഇവിടെ എമൗണ്ട് കൊടുത്തിരിക്കുന്നത് 25,000 ആണ്. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 2013, 2013 ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യുക, 2013 എന്ത് ചെയ്യുക, കൂട്ടുക. 2013 എത്ര രൂപയാണ്? 4,000 rupees ആണ്. ആ 4,000 rupees നമ്മൾ ആഡ് ചെയ്തു. സോ 29,000 കിട്ടി. ഇനി 2012 ഔട്ട്സ്റ്റാൻഡിങ് സാലറി കുറയ്ക്കുക. 2012 2,500 രൂപയാണ് കുറയ്ക്കേണ്ടത്. 2,500 കുറയ്ക്കുമ്പോ 26,500 rupees ആണ് നമ്മള് എക്സ്പെൻഡിച്ചർ സൈഡില് നമുക്ക് കിട്ടുന്ന സാലറീസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ വർഷം നമ്മൾ കാണിക്കേണ്ടുന്ന എമൗണ്ട് 26,500. അപ്പൊ 2013 അല്ലെങ്കിൽ 2013 ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ കൂട്ടി, 2012 ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ കുറച്ചു. ഇനി അടുത്ത ഏത് ഐറ്റം ആണെന്ന് നോക്കുക, സൺട്രി എക്സ്പെൻസസ്. സൺട്രി എക്സ്പെൻസസിന് അവിടെ അഡ്ജസ്റ്റ്മെന്റുകളിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കുക. സൺട്രി എക്സ്പെൻസസില് അഡ്ജസ്റ്റ്മെന്റിൽ ഒന്നും പറയുന്നില്ല. സോ ആ എമൗണ്ട് എഴുതുക 3,500. അടുത്തത് പേയ്മെന്റ് സൈഡിൽ പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ്ഡ് എന്നാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടില് റവന്യൂ ഐറ്റവും ക്യാപിറ്റൽ ഐറ്റവും രണ്ടും ഇൻക്ലൂഡഡ് ആണ്. നമ്മള് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കുമ്പോൾ അവിടെ റവന്യൂ ഐറ്റംസ് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോ ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ്ഡ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്തേക്കുവാണ്. നമ്മൾ അസറ്റും ലൈബിലിറ്റീസ് ഒന്നും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കത്തില്ല. അതൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിലേ കാണിക്കുള്ളൂ. സോ ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ്ഡ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് എടുക്കത്തില്ല. പിന്നീട് ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 1,000 rupees പറയുന്നുണ്ട്. ന്യൂസ് പേപ്പേഴ്സിനകത്ത് അവിടെ യാതൊരുവിധ അഡ്ജസ്റ്റ്മെന്റും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് അതേപോലെ എഴുതി 1,000 rupees ഫോർ ന്യൂസ് പേപ്പേഴ്സ്. പിന്നെ സ്പോർട്സ് എക്യുപ്മെന്റ്സ് ആണ് പറയുന്നത്. ആ സ്പോർട്സ് എക്യുപ്മെന്റ്സും ഒരു അസറ്റ് ആണ്. നമ്മൾ അതും എഴുതില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കില്ല. പിന്നെ ബാലൻസ് ക്യാരി ഡൗൺ ആണ്. ആ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് നമ്മള് ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡില് ക്യാഷ് ഇൻ ഹാൻഡ് എന്നും പറഞ്ഞ് കാണിക്കുന്ന എമൗണ്ട് ആണ്. അതും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് കാണിക്കില്ല. അപ്പോ പേയ്മെന്റ് സൈഡില് എക്സ്പെൻഡിച്ചർ സൈഡില് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നും എക്സ്പെൻഡിച്ചർ സൈഡില് നമുക്ക് കാണിക്കേണ്ടത് ഇത്രയും ഐറ്റം ആണ്. പിന്നീട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഡിപ്രിസിയേഷൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോ ഇവിടെ ഡിപ്രിസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. ഫർണിച്ചറും അതുപോലെ തന്നെ സ്പോർട്സ് എക്യുപ്മെന്റ്സുമാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഡിപ്രിസിയേഷൻ ആയിട്ട് തന്നിരിക്കുന്നത് ഫർണിച്ചറും സ്പോർട്സ് എക്യുപ്മെന്റ്സും. അപ്പൊ നമുക്കറിയാം ഇവിടെ വീണ്ടും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് സൈഡ് എടുക്കുമ്പോ അവിടെ സ്പോർട്സ് എക്യുപ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട് 30,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡിപ്രിസിയേഷന്റെ കാൽക്കുലേഷൻ നമ്മൾ ഇങ്ങോട്ട് എഴുതുവാണ്. അപ്പോ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്പോർട്സ് എക്യുപ്മെന്റ്സ് ആണ്. ഇപ്പൊ സ്പോർട്സ് എക്യുപ്മെന്റ്സ് ഇവിടെ 2 എണ്ണം തന്നിട്ടുണ്ട്. അതായത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റില് നമുക്കൊരു സ്പോർട്സ് എക്യുപ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടില് 30/6/2013 നമ്മൾ 30,000 രൂപയുടെ അല്ലെങ്കിൽ 30,000 സ്പോർട്സ് എക്യുപ്മെന്റും പർച്ചേസ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന ഫർണിച്ചറിന്റെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോറി, സ്പോർട്സ് എക്യുപ്മെന്റിന്റെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ ഓൺ 31st December 2012 the club had investment worth ₹20,000, furniture ₹12,000 and sports equipment valued at 40,000 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. 2012 സ്പോർട്സ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് 40,000 2013 30-ാം മാസം 30/6/2013 നമ്മൾ വാങ്ങിയിരിക്കുന്നത് 30,000. സോ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഡിപ്രിസിയേഷൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം 40,000 2012 വാങ്ങിയതിന്റെ സ്പോർട്സ് എക്യുപ്മെന്റിന്റെ ഡിപ്രിസിയേഷൻ ഇവിടെ പറയുന്നത് 20% ആണ്. സോ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് depreciation sports equipment for the year 2012. നമുക്കറിയാം 40,000 into 20/100 ആണ് ആ വർഷത്തെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. എത്ര കിട്ടും? 8,000 ആണ് ആ വർഷത്തെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. 40,000 ആണ് പോയി കിട്ടുമ്പോ നമുക്ക് 8,000 കിട്ടും. 2012 ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 2012 ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 8,000 ആണ്. ഇത് നമ്മള് 2013 അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ സ്പോർട്സ് എക്യുപ്മെന്റ്സ് വാങ്ങിച്ചിരിക്കുന്നത് 2013 അതായത് 6th മാസം അല്ലെങ്കിൽ 6-ാം മാസത്തിലെ 30-ാം തീയതി. സോ നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 7-ാം മാസം തൊട്ടാണ്. എല്ലാ വർഷവും December 31 അക്കൗണ്ട് ക്ലോസ് ചെയ്യുമെന്ന് നമ്മളെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ 7-ാം മാസം മുതൽ ഡിസംബർ വരെയുള്ളത്, അതായത് 12-ാം മാസം വരെയുള്ള ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോ 7, 8, 9, 10, 11, 12. അപ്പോ 6 മാസത്തെ ഡിപ്രിസിയേഷൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോ നമ്മൾ ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഡിപ്രിസിയേഷൻ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാരണം ഒരു വർഷത്തെ ഫുള്ള് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാരണമില്ല. കാരണം അത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 30/6/2013 അപ്പോ നമ്മള് ഈ വർഷം ഇവിടെ നമ്മൾ 1 ഇയർ മൊത്തം കാണിക്കണം. അതുകൊണ്ടാണ് 20/100. അപ്പൊ ഇവിടെ 6-ാം മാസത്തിലായതുകൊണ്ട് 2013 30,000 into 20/100 into 6/12. 6-ാം മാസത്തിന്റെ അവസാനം, അതായത് 7-ാം മാസം മുതൽ 12-ാം മാസം വരെ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 6 months ഡിപ്രിസിയേഷൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് 3,000 300 ബാക്കി വരുമ്പോ 6,000 വരും. 6,000 into 6/12 എന്ന് പറയുന്നത് 3,000. അപ്പോൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 8,000 പ്ലസ് 3,000 11,000 ആണ് നമ്മുടെ ഡിപ്രിസിയേഷൻ മൊത്തത്തില് കാണിക്കേണ്ടത്. അപ്പോ 8,000 പ്ലസ് 3,000 11,000 ആണ് സ്പോർട്സ് എക്യുപ്മെന്റിന്റെ ഡിപ്രിസിയേഷൻ ആയിട്ട് കാണിക്കേണ്ടത്. 8,000 പ്ലസ് 3,000 11,000. അപ്പോ ഇവിടെ 2 എണ്ണം ഉണ്ട്. നമ്മള് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന സ്പോർട്സ് എക്യുപ്മെന്റിന്റെയും കാണണം, അഡ്ജസ്റ്റ്മെന്റിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന സ്പോർട്സ് എക്യുപ്മെന്റിന്റെ ഡിപ്രിസിയേഷൻ രണ്ടും കൂടി ഒരുമിച്ചാണ് കാണേണ്ടത്. 2013, അതായത് ഈ വർഷം 6-ാം മാസമാണ് വാങ്ങിയത്. അതുകൊണ്ട് ആ മാസം അവസാനം തൊട്ട് 30/6 ആണ്, അതായത് ആ മാസത്തിന്റെ അവസാനം തൊട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. സോ 7-ാം മാസത്തിൽ തൊട്ട് 12-ാം മാസം വരെയുള്ളത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അത് 3,000 rupees
2012 40,000 രൂപയുള്ളത് 8,000 രണ്ടും കൂടി ചേർന്ന് 11,000. ഇനി ഒരു ഡിപ്രിസിയേഷനും കൂടി കാണാനുണ്ട് നമുക്ക്. ഫർണിച്ചർ നമ്മൾ 2013 പർച്ചേസ് ചെയ്തതായിട്ട് കാണിക്കുന്നില്ല, നമുക്കുള്ളത് 2012 ഡേറ്റ മാത്രമാണ്. 2012 ഫർണിച്ചർ എന്ന് പറയുന്നത് 12,000 ആണ്. അപ്പോ 12,000 into 10/100 is equal to 1,200. അതാണ് ഡിപ്രിസിയേഷൻ. അപ്പോ എക്സ്പെൻഡിച്ചർ സൈഡിൽ നമുക്ക് ആകെ ചെയ്യാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. പേയ്മെന്റ് സൈഡിൽ നിന്ന് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. അസറ്റുകൾ പർച്ചേസ് ചെയ്തതൊന്നും നമ്മളിവിടെ കാണിക്കില്ല, പകരം അത് ബാലൻസ് ഷീറ്റിലായിരിക്കും കാണുന്നത്. ബാക്കി എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഡിപ്രിസിയേഷനും നമ്മൾ അതുപോലെ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി നമുക്ക് നേരെ ഇൻകം സൈഡ്, അതായത് റെസീപ്റ്റ് സൈഡിലേക്ക് പോവാം. ക്വസ്റ്റ്യനകത്ത് റെസീപ്റ്റ് സൈഡിൽ ആദ്യം തന്നിരിക്കുന്നത് ബാലൻസ് ബ്രോട്ട് ഡൗൺ ആണ്. അത് നമ്മൾ ഇവിടെ എടുക്കില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കില്ല, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് അത് നമ്മൾ പറയുന്നുണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ആണ്. ആ സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 57,500 ആണ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ കണക്കിൽ ചെയ്തതുപോലെ അല്ലെങ്കിൽ കണക്കുകളിൽ ചെയ്തതുപോലെ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം, കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. ഇവിടെ 2013 സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 6,500, 2012 ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 4,500. 2013 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 6,500 രൂപ നമ്മൾ കൂട്ടുക. അവിടെ നമുക്ക് 64,000 കിട്ടും. അതിനുശേഷം 2013 നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടുക. 2012 നമ്മൾ കുറയ്ക്കുക. 2012 സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 4,500, അതായത് 59,500 ആണ് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ നമുക്ക് കിട്ടാനുള്ളത്. അപ്പൊ 2013 സബ്സ്ക്രിപ്ഷൻ നമ്മൾ ആഡ് ചെയ്തു, 2012 നമ്മൾ കുറച്ചു, 2012 നമ്മൾ കുറച്ചു, 2013 നമ്മൾ ആഡ് ചെയ്തു. ഇനി അടുത്തത് ഇൻകം സൈഡിൽ തന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്. ആ ഇൻട്രസ്റ്റിന് അഡ്ജസ്റ്റ്മെന്റുകളൊന്നും ഇല്ല, അതുകൊണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ അതേപോലെ കാണിച്ചു, 400 rupees. അടുത്തത് ഡൊണേഷൻ ജനറൽ പർപ്പസ് ആണ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഡൊണേഷൻ ജനറൽ പർപ്പസ് ആണെങ്കിൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിലാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു. സോ ഡൊണേഷൻ നമ്മൾ കാണിക്കുന്നു. ഡൊണേഷന്റെ എമൗണ്ട് 6,000 rupees. അപ്പോൾ ഡൊണേഷന്റെ എമൗണ്ട് 6,000 നമ്മൾ കാണിച്ചു. അടുത്തത് മിസ്സലേനിയസ് റെസീപ്റ്റ് ആണ്. അതിനും അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. ആ മിസ്സലേനിയസ് റെസീപ്റ്റ്സും നമ്മളിവിടെ കാണിക്കുന്നു, എമൗണ്ട് 620. സെയിൽ ഓഫ് ഗ്രാസ്, അടുത്തത് സെയിൽ ഓഫ് ഗ്രാസും നമുക്ക് ഇൻകം ആണ്, അതിനകത്ത് അഡ്ജസ്റ്റ്മെന്റുകളൊന്നുമില്ല. ആ എമൗണ്ട് നമ്മളിവിടെ കാണിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിലും എക്സ്പെൻഡിച്ചർ സൈഡിലും നമ്മൾ എഴുതേണ്ടുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന അസറ്റുകളോ ബാലൻസ് ലയബിലിറ്റീസോ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കില്ല. ഓൺലി റവന്യൂ ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുന്നത്. അങ്ങനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുകളിൽ നമ്മൾ എടുത്തിട്ടുള്ള ഇൻകവും അതോടൊപ്പം തന്നെ നമുക്ക് ചെലവായതും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതില് നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത എക്സ്പെൻഡിച്ചറിൽ അത് അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്നതാണ്. അപ്പോ ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമ്മളിത് ബാലൻസ് ചെയ്തിട്ട് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാം. സർപ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം സൈഡ് കൂടുതലും നമ്മുടെ പേയ്മെന്റ് സൈഡ്, അതായത് എക്സ്പെൻഡിച്ചർ സൈഡ് കുറവുമാണെങ്കിൽ നമ്മൾ അതിനെ സർപ്ലസ് എന്നും,
ഇൻകം സൈഡ് കുറവും നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡ് കൂടുതലുമാണെങ്കിൽ അതിനെ ഡെഫിസിറ്റ് എന്നും പറയും. സോ നമ്മൾ ഇനി ഇത് ബാലൻസ് ചെയ്യാൻ പോവാണ്. 59,500 ഉണ്ട്, 400, 6,620, 200. രണ്ട് സൈഡും കൂടി കാൽക്കുലേറ്റ് ചെയ്തപ്പോ നമുക്ക് മനസ്സിലായത് നമ്മുടെ ഇൻകം സൈഡ് കൂടുതലും നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡ് കുറവുമാണെന്ന് പറഞ്ഞു. അപ്പോ നമ്മള് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോ നമ്മുടെ ഇൻകം സൈഡ് കൂടുതലും നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡ് കുറവുമായിട്ടാണ് നമുക്ക് കിട്ടിയത്. ഇൻകം സൈഡില് 66,720 ആണ് കിട്ടിയത്. എക്സ്പെൻഡിച്ചർ സൈഡിൽ കിട്ടിയത് 53,700 ആണ്. അതായത് സർപ്ലസ് എന്ന് പറയുന്ന എമൗണ്ട്, അതായത് സർപ്ലസ് ആണ് നമുക്ക് കിട്ടിയത്. ആ സർപ്ലസ് എന്ന് പറയുന്നത് 13,020 ആണ്. 13,020 രൂപയാണ് നമ്മുടെ സർപ്ലസ്. അപ്പോ നമ്മൾ ബാലൻസ് ചെയ്തു. നമുക്ക് കിട്ടിയിരിക്കുന്ന സർപ്ലസ് എന്ന് പറയുന്നത് 13,020. ഇൻകം സൈഡ് കൂടുതൽ, ഇൻകം സൈഡ് നമുക്ക് 66,720, 66,720 രൂപ കിട്ടി. എക്സ്പെൻഡിച്ചർ സൈഡ് എല്ലാം കൂടെ കൂട്ടിയപ്പോ നമുക്ക് 53,700 രൂപയെ കിട്ടിയുള്ളൂ, 53,700. സോ 66,720 നിന്നും 53,700 കുറച്ചപ്പോ നമുക്ക് കിട്ടിയത് 13,020 രൂപ, അല്ലെങ്കിൽ 13,020 റുപ്പീസ് ആണ് നമുക്ക് കിട്ടിയത്. സോ ഇൻകം സൈഡ് കൂടുതലും ഇവിടെ എക്സ്പെൻഡിച്ചർ സൈഡ് കുറവുമായിരുന്നു. സോ ബാലൻസ് ചെയ്ത് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് സർപ്ലസ് ആണ്, കൂടുതലാണ്. അല്ലെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റില് ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ സർപ്ലസ് ആഡ് ചെയ്ത് കാണിക്കും. അപ്പൊ ബാലൻസ് ഷീറ്റില് സർപ്ലസ് നമ്മുടെ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ, ലൈബിലിറ്റി സൈഡില് ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുക. അപ്പൊ ഇത്രയുമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻകം സൈഡിൽ എന്താണ് എഴുതേണ്ടത്, എക്സ്പെൻഡിച്ചർ സൈഡിൽ എന്താണ് എഴുതേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മള് ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്തപ്പോ ഇൻകം സൈഡ് കൂടുതലും എക്സ്പെൻഡിച്ചർ സൈഡ് കുറവുമാണ് കിട്ടിയത്. സോ സർപ്ലസ് എമൗണ്ട് 13,020. അപ്പോ നമ്മള് ചെയ്യാൻ പോകുന്നത് 31/12/2012 ബാലൻസ് ഷീറ്റ് ആണ്. അതായത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ല. ആ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ പ്രിപ്പയർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ലയബിലിറ്റി സൈഡിലും അസറ്റ് സൈഡിലും എന്തൊക്കെയാണ് വരേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോ 2012 അഡ്ജസ്റ്റ്മെന്റില് 2012 കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിപ്പോ ഇൻകം ആണെങ്കിലും അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിലും. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ 2012 ഈ കണക്കില് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്ങും, രണ്ട് സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് ആണ്, അതൊരു ഇൻകം ആണ്. അപ്പോ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ 2012 എന്ന് പറയുന്നത് നമുക്ക് കിട്ടാനുള്ളതാണ്, അല്ലെങ്കിൽ നമുക്കതൊരു അസറ്റ് ആണ്. അപ്പോ കിട്ടാനുള്ള, നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള വരുമാനമായതുകൊണ്ട് തന്നെ അത് നമ്മള് അസറ്റ് സൈഡില് കാണിക്കുക. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് 4,005. അതുപോലെ തന്നെ സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അതായത് നമ്മൾ ശമ്പളം അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ളത് നമ്മൾ കൊടുത്തു തീർത്തിട്ടില്ല 2012. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലയബിലിറ്റി ആണ്, അല്ലെങ്കിൽ ബാധ്യതയാണ്. ആ സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് കൂടി നമ്മുടെ ലയബിലിറ്റി സൈഡില് കാണിക്കും. അപ്പോ 2012 അഡ്ജസ്റ്റ്മെന്റിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, അതായത് നമുക്ക് ലയബിലിറ്റി ആണെങ്കിൽ അത് ലയബിലിറ്റി സൈഡിൽ കാണിക്കുക, അസറ്റ് ആണെങ്കിൽ നമുക്ക് അസറ്റ് സൈഡിൽ കാണിക്കുക. അത് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മളിവിടെ അസറ്റ് സൈഡില് ഓർഡർ ബൈ ഓർഡർ ആയിട്ടാണ് ഓരോന്ന് എഴുതേണ്ടത്. സോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അസറ്റ് സൈഡാണ്.
ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡില് എന്താണ് വേണ്ടത്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നോക്കേണ്ടത് അഡ്ജസ്റ്റ്മെന്റില് 2012 എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അസറ്റ് സൈഡിലും ലയബിലിറ്റി സൈഡിലും കാണിക്കുക. പിന്നീട് അഡ്ജസ്റ്റ്മെന്റിൽ തന്നെ അസറ്റുകളുടെയും ലയബിലിറ്റീസിന്റെയും ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരിക്കും. 31/12/2012 എന്ന് പറഞ്ഞുകൊണ്ടൊരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരിക്കും. ആ ലിസ്റ്റും നമ്മൾ എന്ത് ചെയ്യുക, അസറ്റ് എല്ലാം അസറ്റ് സൈഡിൽ എഴുതുക, ലയബിലിറ്റീസ് എല്ലാം ലയബിലിറ്റി സൈഡിൽ എഴുതുക. ഇവിടെ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് അസറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. ക്ലബ് ഹാഡ് ഇൻവെസ്റ്റ്മെന്റ് വർത്ത് ₹20,000, ഫർണിച്ചർ ₹12,000 ആൻഡ് സ്പോർട്സ് എക്യുപ്മെന്റ് അറ്റ് 40,000. അപ്പൊ ഇത്രയും അസറ്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലയബിലിറ്റീസ് ഒന്നും തന്നിട്ടില്ല. അപ്പോ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷത്തെ, അതായത് ഈ കണക്കില് 2012 എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കണം. അതിനുശേഷം അസറ്റുകളും ലയബിലിറ്റീസും ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് അതുപോലെ എടുത്തെഴുതുക. മൂന്നാമത്തെ കാര്യം, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടില് ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് റെസീപ്റ്റ് സൈഡില് ഒരു എമൗണ്ട് തന്നിട്ടുണ്ടായിരിക്കും. ആ തന്നിരിക്കുന്ന എമൗണ്ടിനെ നമ്മള് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് കാണിക്കുക. നമ്മള് റെസീപ്റ്റ് സൈഡില് ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നും പറഞ്ഞിട്ട് ഒരു എമൗണ്ട് തന്നിട്ടുണ്ടായിരിക്കും. ആ എമൗണ്ട് നമ്മള് അസറ്റ് സൈഡില് ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് കാണിക്കുക. ഇത്രയുമാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഓർത്തു വെച്ചിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് സൈഡില് ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ₹3,500 തന്നിട്ടുണ്ട്. അത് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റില് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് ₹3,500 കാണിക്കും. അപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് ₹3,500 അസറ്റ് സൈഡിൽ കാണിക്കും. പിന്നീട് ബാക്കിയുള്ള അസറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ടായിരുന്ന സബ്സ്ക്രിപ്ഷൻ ആണ്. ആ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്ങും കാണിക്കുക. $2012 കിട്ടാനുണ്ടായിരുന്ന സബ്സ്ക്രിപ്ഷൻ ആണ്. 2012 ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്, അതായത് ഈ വർഷത്തെ ഓപ്പണിംഗ്. അപ്പോ അതും കാണിക്കുക. പിന്നീട് അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്ന അസറ്റുകൾ ഓരോന്നായി കാണിക്കുക. ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് ₹20,000, ഫർണിച്ചർ ₹12,000, സ്പോർട്സ് എക്യുപ്മെന്റ്സ് $40,000. അപ്പൊ ഇത്രയുമാണ് അസറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. അപ്പോ ഇത് നമ്മൾ റെസിപ്റ്റ് ആൻഡ് ക്യാഷ് ഇൻ ഹാൻഡ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നിന്ന് എഴുതിയിരിക്കുന്ന ക്യാഷ് ഇൻ ഹാൻഡ്, അതായത് റെസിപ്റ്റ് സൈഡിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് എഴുതി കാണിച്ചിട്ടുള്ള ₹3,500. രണ്ട് അഡ്ജസ്റ്റ്മെന്റില് 2012 പറഞ്ഞിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്. ബാക്കി ഇൻവെസ്റ്റ്മെന്റ്, ഫർണിച്ചർ, സ്പോർട്സ് എക്യുപ്മെന്റ്സ് അത് നമ്മള് ക്വസ്റ്റ്യനകത്ത് അസറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് നമ്മൾ അതുപോലെ ഇത്രയുമാണ് അസറ്റ് സൈഡിൽ. ഇനി 2012 വേറെ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കാണിക്കുക. ഇവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ അസറ്റ് സൈഡില് കാണിക്കേണ്ടത്. ഇനി ലയബിലിറ്റി സൈഡിൽ വരുമ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും കൊടുത്തു തീർക്കാനുള്ള ലയബിലിറ്റീസ് 2012 കാര്യങ്ങൾ വല്ലതും ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കുക. ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മള് 2012 സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്, അത് ലയബിലിറ്റി ആണ്. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 2,500. അപ്പൊ 2012 വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ബാലൻസ് ഷീറ്റ്, അതായത് ക്വസ്റ്റ്യനകത്ത് നമ്മൾ അസറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ, ലയബിലിറ്റീസ് ഒന്നും തന്നിട്ടില്ല. സോ ഇത്രയുമാണ് നമ്മളുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ വരുന്ന അസറ്റും ലയബിലിറ്റീസും. അപ്പോ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ അസറ്റ് നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഈക്വൽ ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ ടാലി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരിക്കത്തില്ല. ഇവിടെ എപ്പോഴും അസറ്റ് സൈഡ് കൂടുതലും ലയബിലിറ്റി സൈഡ് കുറവുമായിരിക്കും. അപ്പോ നമ്മൾ ആദ്യം അസറ്റ് സൈഡ് എല്ലാം കൂടെ കൂട്ടുക. നമുക്കറിയാം അസറ്റ് സൈഡ് ആയിരിക്കും കൂടുതല്. സോ അസറ്റ് സൈഡ് എല്ലാം കൂടെ ടോട്ടൽ ചെയ്തപ്പോ നമുക്ക് 80,000 കിട്ടി.
ഇവിടെ നമുക്കറിയാം 2500 മാത്രമേ ഉള്ളൂ. സോ 80,000 മൈനസ് 2500 എന്ന് പറയുന്നത് 77,500. അതായത് 80,000 മൈനസ് 2,500. അപ്പോ നമുക്കറിയാം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റും ലയബിലിറ്റി സൈഡിലും ഈക്വൽ ആയിരിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് 80,000ഉം ഇവിടെ ലയബിലിറ്റി സൈഡിൽ ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ 2,500. അപ്പൊ 80,000ൽ നിന്ന് 2,500 കുറച്ചപ്പോ അതായത് നമ്മൾ ബാലൻസ് ചെയ്തപ്പോ നമുക്ക് 77,500 കിട്ടി. അതിനെയാണ് നമ്മള് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഫണ്ട് ആണ് 77,500. 77,500 വന്നത് 80,000 മൈനസ് 2,500. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാനാണ്. ആ ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് കിട്ടി 77,500. അപ്പൊ അത് കിട്ടിയത് അസറ്റ് സൈഡിലുള്ള ഐറ്റംസ് എല്ലാം എടുത്തെഴുതി, ലയബിലിറ്റി സൈഡിലുള്ളതെല്ലാം എടുത്തെഴുതി. എന്നിട്ട് ഏത് സൈഡ്, അസറ്റ് സൈഡ് ആയിരുന്നു കൂടുതൽ, അതിനകത്തുനിന്ന് ലയബിലിറ്റി സൈഡ് കുറച്ചപ്പോ നമുക്ക് എമൗണ്ട് കിട്ടി. അതിനെയാണ് നമ്മള് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ ഫണ്ട് ആണ് നമ്മള് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റില് എടുക്കുക. അപ്പൊ നമ്മള് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്തു, അല്ലെങ്കിൽ 2012 ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2013 ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. അപ്പൊ 2013 ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കണക്കിൽ ചെയ്തതാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ലയബിലിറ്റി സൈഡ് എടുക്കാം. അപ്പോ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 2012 എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് ലയബിലിറ്റി സൈഡിൽ കാണിച്ചു. അതുപോലെ 2013 അല്ലെങ്കിൽ 2013 എന്തെങ്കിലും ലയബിലിറ്റീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇവിടെ 2013 ലയബിലിറ്റീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. നമ്മൾ സാലറി കൊടുക്കാനുണ്ട്. 2013 സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് വന്നിട്ട് 4,000 റുപ്പീസ് ആണ്. പിന്നീട് 2013 നമുക്ക് യാതൊരുവിധ ലയബിലിറ്റീസും ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസും നമ്മുടെ ക്വസ്റ്റ്യൻസിനകത്ത് തന്നിട്ടില്ല. സോ അഡ്ജസ്റ്റ്മെന്റിൽ ആകെ 2013 ലയബിലിറ്റി ഒന്നേ പറയുന്നുള്ളൂ, സാലറി കൊടുത്തിട്ടില്ല 4,000 റുപ്പീസ്. അത് നമ്മുടെ ലയബിലിറ്റി സൈഡില് കാണിച്ചിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് പർപ്പസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ട് തന്നിട്ടുണ്ട്. ആ ഫണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്. ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് വന്നിട്ട് എമൗണ്ട് 60,000 ആണ്. അത് നമ്മൾ കാണിച്ചു. പിന്നീട് വേറെ ഒന്നും നമുക്ക് ലയബിലിറ്റി സൈഡിൽ കാണിക്കാനായിട്ടില്ല. 2013 ഒരു ആകെ ഉണ്ടായിരുന്ന ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി നമ്മൾ കാണിച്ചു അഡ്ജസ്റ്റ്മെന്റിലെ. പിന്നീട് നമുക്ക് ഉണ്ടായിരുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ഒരു ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ആണ്. വേറെ ഒന്നും നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ കാണിക്കാനായിട്ട് ഇല്ല. ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ കണ്ടുപിടിച്ച ക്യാപിറ്റൽ ഫണ്ട്. ആ ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല. അതിന്റെ കൂടെ നമുക്ക് നമ്മുടെ സർപ്ലസും കൂടി ആഡ് ചെയ്യണം. സോ ക്യാപിറ്റൽ ഫണ്ട് 77,500 പ്ലസ് ആഡ് ചെയ്യണം സർപ്ലസ്. ഡെഫിസിറ്റ് ആയിരുന്നെങ്കിൽ കുറയ്ക്കണം. ഇവിടെ ഇപ്പോൾ സർപ്ലസ് ആയതുകൊണ്ട് നമ്മള് 13,020 റുപ്പീസ് നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്തിട്ട് നമ്മള് 90,520 നമ്മള് എഴുതി. ഇത്രയുമാണ് ലയബിലിറ്റി സൈഡിൽ നമുക്ക് കാണിക്കാനുള്ളത്. ഇനി നേരെ അസറ്റ് സൈഡിലേക്ക് വരിക. അസറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടില് നമ്മൾ ഏറ്റവും അവസാനം ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 33,220 റുപ്പീസ് കാണിച്ചിട്ടുണ്ട്. ആ 33,320 നമ്മള് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റില് ക്യാഷ് ഇൻ ഹാൻഡ് എന്നും പറഞ്ഞ് കാണിക്കും. 33,220. ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടില് ബാലൻസ് ബ്രോട്ട് ഡൗൺ ആയിട്ട് കാണിച്ചിരുന്ന കഴിഞ്ഞ വർഷത്തത് ക്യാരി ഫോർവേഡ് ചെയ്തിരുന്നത് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് കാണിച്ചത് നമ്മള് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എടുത്തു. ഇവിടെ
ക്ലോസിംഗ് ബാലൻസ് ഷീറ്റില് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 33,220 നമ്മൾ അസറ്റ് സൈഡില് കാണിച്ചു. രണ്ടാമത്തതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ലയബിലിറ്റീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അത് ലയബിലിറ്റി സൈഡിൽ കാണിക്കണമെന്ന് പറഞ്ഞു. ഇനി ഏതെങ്കിലും ഇൻകം നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് അസറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കുക. നമുക്ക് ഇവിടെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് അസറ്റ് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്. ക്വസ്റ്റ്യനിലുണ്ട് 2013 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് എമൗണ്ട് 6,500. അതും അതുപോലെ കാണിച്ചു. പിന്നീട് ഇനി വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകളിലോ മറ്റും എന്തെങ്കിലും 2013 അസറ്റിനെ കുറിച്ച് പറയുന്നുണ്ടോ നോക്കുക. അപ്പൊ നമുക്കറിയാം അവിടെ അസറ്റിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് അഡ്ജസ്റ്റ്മെന്റ് ഓൺ 31st December 2012 the club had investment worth ₹20,000. അപ്പൊ അസറ്റില് ഒരു 20,000 rupees ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഈ വർഷം 2013 നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വല്ലതും പർച്ചേസ് ചെയ്തിട്ടുണ്ടോ എന്ന് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടില് ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് പേയ്മെന്റ് സൈഡിൽ ഒരു 25,000 ഉണ്ട്. ആ 25,000 നമ്മൾ ഇതിന്റെ കൂടെ കാണിക്കുക. സോ ഇൻവെസ്റ്റ്മെന്റ് (2012) ഇൻവെസ്റ്റ്മെന്റ് 20,000. അതിന്റെ കൂടെ നമ്മള് ആഡ് അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ 2013 മേടിച്ച ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ഒരു 25,000 കാണിച്ചിട്ടുണ്ട്. അതും നമ്മൾ അതേപോലെ കൂട്ടിയിട്ട് കാണിക്കുക 45,000. 2012 ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഈ വർഷം നമ്മൾ വാങ്ങിയ ഇൻവെസ്റ്റ്മെന്റ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫർണിച്ചർ ആണ്. ആ ഫർണിച്ചർ 2012 അസറ്റ് സൈഡിലുള്ള സാധനം, അതായത് ഫർണിച്ചർ അസറ്റ് ആണ്. ആ ഫർണിച്ചർ നമുക്കറിയാം, ഫർണിച്ചറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 12,000 ആയിരുന്നു. 2013 നമ്മൾ ഫർണിച്ചേഴ്സ് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഡിപ്രിസിയേഷൻ ഉണ്ട്. ആ ഡിപ്രിസിയേഷൻ കുറയ്ക്കുക, 1,200 ഡിപ്രിസിയേഷൻ കുറയ്ക്കുക, 10,800 കിട്ടി. ഇനി 2012 നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എഴുതി, ഫർണിച്ചർ എഴുതി. അടുത്തത് സ്പോർട്സ് എക്യുപ്മെന്റ്സ് ആണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് ഫർണിച്ചറും സ്പോർട്സ് എക്യുപ്മെന്റ്സും എല്ലാം ക്വസ്റ്റ്യനകത്ത് 31/12/2012 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ആണ് തന്നേക്കുന്നത്. അതാണ് നമ്മൾ ഈ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലോട്ട് എടുത്ത് എഴുതുന്നത്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എടുത്ത് എഴുതുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഓൾറെഡി തന്നിട്ടുള്ള അസറ്റില് ഏതെങ്കിലും അസറ്റുകൾ ഈ വർഷം പർച്ചേസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് ചെയ്തതായിട്ട് കാണിക്കുന്നത് 25,000. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് ഈ വർഷം കൂടി ഉള്ളത് കൊണ്ട് അത് രണ്ടും കൂടെ കൂട്ടി ഇവിടെ കാണിച്ചു. എന്നാൽ ഫർണിച്ചർ നമ്മൾ ഈ വർഷം വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് അതിന്റെ എമൗണ്ട് 12,000 തന്നെയാണ്. പക്ഷെ അതിന്റെ ഡിപ്രിസിയേഷൻ പറയുന്നുണ്ട് 1,200. അത് നമ്മൾ കുറച്ചിട്ട് 10,800 ആയിട്ട് പറയുന്നു. ഇനി ഇവിടെ സ്പോർട്സ് എക്യുപ്മെന്റ്സ് ഉണ്ട്. നമ്മൾ ഈ ഡിപ്രിസിയേഷൻ നേരത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പോർട്സ് എക്യുപ്മെന്റ് ആണ്. സ്പോർട്സ് എക്യുപ്മെന്റ് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് 40,000, 40,000. ആഡ് അഡീഷൻ ഈ വർഷം നമ്മൾ പറഞ്ഞായിരുന്നു 30/6/2013 30,000 രൂപയുടെ സ്പോർട്സ് എക്യുപ്മെന്റ്സും കൂടി വാങ്ങിയിട്ടുണ്ട്. അതായത് ടോട്ടൽ എന്ന് പറയുന്നത് 70,000. എന്നിട്ട് ഡിപ്രിസിയേഷൻ ലെസ് ഡിപ്രിസിയേഷൻ, രണ്ടിന്റെയും കൂടി ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 11,000 ആയിരുന്നു. ആ 11,000 കുറച്ചപ്പോ നമുക്ക് 9,000. അപ്പോ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന 2012 ബാലൻസ് ആയിരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, സ്പോർട്സ് എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇതില് ഇൻവെസ്റ്റ്മെന്റും സ്പോർട്സ് എക്യുപ്മെന്റും ഈ വർഷം വാങ്ങിയിട്ടുണ്ട്. സോ അത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്.
ഇപ്പൊ സ്പോർട്സ് എക്യുപ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഈ 40,000 രൂപ എന്ന് പറയുന്നത് 2012-ലെയാണ്. ഈ 30,000 റുപ്പീസ് എന്ന് പറയുന്നത് 2013-ല് 30/6/2013 നമ്മൾ വാങ്ങിയതാണ്. അപ്പൊ അത് വാങ്ങിയപ്പോൾ നമ്മൾ അത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 70,000 കിട്ടി. അതിനകത്ത് നിന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഡിപ്രിസിയേഷൻ കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 59,000. അപ്പോ ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെയാണ്. 20,000 റുപ്പീസ് ഇൻ 2012, 25,000 ഇൻ 2013. അത് രണ്ടും കൂടെ കൂട്ടിയപ്പോ 45,000. അപ്പോ ഈ ക്വസ്റ്റ്യനില് അസറ്റ് സൈഡിലും ലയബിലിറ്റി സൈഡിലും വരുന്ന ഐറ്റംസ് ഇത്രയുമാണ്. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്ത് നോക്കുമ്പോ നമ്മുടെ ലയബിലിറ്റി സൈഡും ഈ അസറ്റ് സൈഡും ടാലി ആയിട്ട് നമുക്ക് കിട്ടും. അതായത് 1,54,520. 1,54,520. അപ്പോ ഇതാണ് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട്. അതായത് നമ്മുടെ അസറ്റും ലയബിലിറ്റിയും നമുക്ക് ടാലി ആയിട്ട് കിട്ടി. ഇവിടെ 2013-ലെ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതുക. ഇവിടെ ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ അത് എഴുതി. അതിനുശേഷം ഡൊണേഷൻ ഉണ്ടെങ്കിൽ ആ ഡൊണേഷൻ അത് എന്തൊക്കെയാണ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വരുന്നത്, എന്തൊക്കെയാണ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരുന്നത് എന്ന് ടെക്സ്റ്റിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഇവിടെ 2013-ലെ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി ഉണ്ടായിരുന്നു, അത് കാണിച്ചു. 2013-ല് നമ്മളൊരു ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിച്ചു. ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അത് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ അതിന്റെ കൂടെ സർപ്ലസ് കൂട്ടി. അസറ്റ് സൈഡിലേക്ക് വരുമ്പോ ഈ 33,220 റുപ്പീസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനകത്ത് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡില് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നതാണ്. ഈ എമൗണ്ട് 33,220 അത് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് കാണിച്ചു. ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം ആണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, അത് നമ്മൾ കാണിച്ചു. ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബാലൻസിന്റെ കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂട്ടി കാണിക്കുക. പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണിക്കേണ്ടുന്ന ആവശ്യം ഇല്ല. എത്രയാണോ എമൗണ്ട്, ഇപ്പോ 2013-ല് 25,000 രൂപയുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് ചെയ്തില്ലായിരുന്നു എങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 20,000 അവിടെ കാണിക്കൂ. പക്ഷെ ഈ വർഷവും കൂടി അത് പർച്ചേസ് ചെയ്തതുകൊണ്ട് രണ്ടും കൂടെ കൂട്ടിയിട്ട് വേണം കാണിക്കാൻ. അപ്പോ ഇത്രയും ചെയ്യുമ്പോ നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലിയാവും. നിരന്തരമായിട്ട് ഈ കണക്കുകൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത് അങ്ങോട്ട് അതായത് വീണ്ടും വീണ്ടും ഈസി ആയിട്ട് തോന്നുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ് ആദ്യമൊക്കെ ഈ ചാപ്റ്റർ. ഇത് വീണ്ടും വീണ്ടും ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഈ കണക്ക് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക.